ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് മന്ത്ര. ഇന്ന് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഫ്രഞ്ച് ഫ്രൈസ്. നമുക്കത് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ ഒരു 5 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. 5 പൊട്ടറ്റോസ്, അതിൻ്റെ സ്കിന്നെല്ലാം പീൽ ചെയ്ത് കളഞ്ഞ് നല്ല നീറ്റായി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ മുറിച്ചെടുക്കാം. നീളം നമ്മൾ കുറയ്ക്കേണ്ട, ആ ഉരുളക്കിഴങ്ങിൻ്റെ നീളം എന്തോ അത് തന്നെ. വീതി ഒരുപാട് കനം കുറച്ചരിഞ്ഞാൽ ഭയങ്കര ക്രിസ്പി ആയി പോകും. അതായത് നമ്മൾ ചിപ്സൊക്കെ തിന്നില്ലേ, പൊട്ടറ്റോ ചിപ്സൊക്കെ തിന്നില്ലേ, അതുപോലെ ആയിപ്പോകും. ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പോൾ എപ്പോഴും പുറത്ത് നല്ല ക്രിസ്പും അകത്ത് നല്ലൊരു സോഫ്റ്റ്നെസ്സും വേണം. ആ പൊട്ടറ്റോൻ്റെ സോഫ്റ്റ്നെസ്സ് നമുക്ക് വേണം. എന്നാലാണ് നല്ല റിയൽ ടേസ്റ്റ്, ആ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മുടെ കൈയുടെ കുഞ്ഞു വിരലില്ലേ, അതിൻ്റെ ഒരു വീതിക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഉരുളക്കിഴങ്ങുകളും കട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി തിളച്ച വെള്ളത്തിൽ ഒരു 2 മിനിറ്റ് ഇടണം. പൊട്ടറ്റോസ് ഇട്ടിട്ട് തിളപ്പിക്കരുത്. ആദ്യം വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഈ പൊട്ടറ്റോസ് അതിലേക്ക് ഇട്ടിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. അപ്പോൾ ആദ്യം നമുക്കൊരു സോസ് പാനിൽ കുറച്ച് വെള്ളം വെക്കാം. നമ്മൾ എത്ര പൊട്ടറ്റോസ് ആണോ എടുത്തിട്ടുള്ളത് ആ പൊട്ടറ്റോസ് എല്ലാം മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം വെക്കുക. ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കറിയാം ഫ്രഞ്ച് ഫ്രൈസിന് കുറച്ച് ഒരു ഉപ്പ് ഒന്ന് മുൻപിൽ നിൽക്കണം, എന്നാലാണ് രുചി ഉണ്ടാവുക. അപ്പോൾ ആ ഉപ്പ് കണക്കാക്കിയിട്ട് വേണം നമ്മൾ വെള്ളത്തിൽ ഉപ്പ് ചേർക്കാനായിട്ട്. അതായത് നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആ വെള്ളം ഉപ്പ് നല്ലപോലെ മുൻപിൽ നിൽക്കണം. എന്ന് വെച്ചാൽ ഒത്തിരി കൂടിപ്പോകരുത്. ഉപ്പ് അങ്ങ് കൂടി കഴിക്കുന്ന പോലത്തെ ഫീലല്ല, ഉപ്പിൻ്റെ രുചി ആ വെള്ളത്തിൽ മുന്നിട്ട് നിൽക്കണം. നമ്മൾ ഇതിലേക്ക് എന്നിട്ട് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കും. ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, ഒരിക്കലും കൂടി പോകരുത്. കൂടിപ്പോയാൽ നമ്മുടെ ടേസ്റ്റ് കംപ്ലീറ്റ് പോവും. ഉപ്പ് കുറഞ്ഞു പോയാലും സാരമില്ല, നമുക്കത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പിൻ്റെ തരി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് മിക്സ് ചെയ്തെടുത്താലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം മാത്രം നമ്മുടെ പൊട്ടറ്റോസ് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു. നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ചേർത്ത് കൊടുക്കാം. ചേർക്കുന്ന സമയത്ത് സൂക്ഷിക്കണം, തിളച്ച വെള്ളമാണ്. ഫ്ലെയിമൊക്കെ ഒന്ന് ചെറുതാക്കി ഇടാം. ജസ്റ്റ് 2 മിനിറ്റ്, അതിലും കൂടുതൽ ചേർത്ത് പോയാൽ നമ്മുടെ ഉരുളക്കിഴങ്ങുകൾ അങ്ങ് വെന്തു പോകും. അപ്പോൾ അങ്ങനെ വേണ്ട, ജസ്റ്റ് ഒന്ന് ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് 2 മിനിറ്റ് എന്ന് പറയുന്നത്. 2 മിനിറ്റിലും കൂടുതൽ അങ്ങ് തിളച്ച വെള്ളത്തിൽ കിടന്നാൽ അങ്ങ് വെന്ത് പോകും. അപ്പം ആ ഒരു ക്രിസ്പിനെസ്സും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഇടയ്ക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം എല്ലാ പൊട്ടറ്റോസും ഒരുപോലെ വേവട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കൊരു സ്ട്രെയിനർ വെച്ചിട്ട് എല്ലാ പൊട്ടറ്റോസിനെയും വെള്ളം മാറ്റി എടുക്കാം. നമ്മളപ്പോൾ പൊട്ടറ്റോസ് എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടായിരിക്കും. നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. നമുക്കപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഇപ്പം നമ്മുടെ പൊട്ടറ്റോസ് എല്ലാം നല്ലോണം തണുത്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ആണ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിനെ ക്രിസ്പി ആക്കുന്നത്. ഓൾറെഡി പൊട്ടറ്റോസിൽ കുറച്ചൊരു നനവുണ്ടാവും, അതുകൊണ്ട് എക്സ്ട്രാ വേറൊരു തരി പോലും വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു സ്പൂണിൽ കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ട് ഒന്ന് അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാ പൊട്ടറ്റോസിലും ആ കോൺഫ്ലവറിൻ്റെ പൊടി ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ പൊട്ടറ്റോസിലെല്ലാം ആ കോൺഫ്ലവറിൻ്റെ പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റ് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ ബെറ്റർ വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട, സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ആയാൽ നമ്മുടെ ആ ഒരു നാടൻ ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ ഫ്ലേവർ കിട്ടണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ പോലത്തെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുക. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല, കുറച്ച് എണ്ണ മതി. ഇത് തന്നെ ഇതിൻ്റെ ഓൾമോസ്റ്റ് നല്ലൊരു ശതമാനം മിച്ചം ഉണ്ടാവും. ഒരുപാട് എണ്ണ ഇത് ഉപയോഗിക്കില്ല. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പൊട്ടറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോന്നും എടുത്തിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, കുറച്ചധികം നമുക്ക് ഒരുമിച്ച് അങ്ങ് ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമില്ല.
ചിലരൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് ഒരു പ്രാവശ്യം വറുത്ത് കോരി കഴിഞ്ഞിട്ട് വീണ്ടും ഡബിൾ ഫ്രൈ ചെയ്യും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ 2 പ്രാവശ്യം ഫ്രൈ ചെയ്ത് അത്രയും എണ്ണ അപ്പം യൂസ് ചെയ്യുകയാണ്. നമ്മുടെ ഹെൽത്ത് വൈസ് ആണെങ്കിൽ അതത്ര നല്ലതല്ല. ഇതിപ്പോൾ ഒരു പ്രാവശ്യം വറുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റും ആ ഒരു ക്രിസ്പിനെസ്സും എഫക്റ്റും ഒക്കെ കിട്ടുന്നുണ്ട്. ഇതുവരെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി നോക്കാത്തവർ, അതല്ലെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ആ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അതേ ഫ്ലേവറും അതേ ക്രിസ്പിനെസ്സും ടേസ്റ്റും ഒക്കെ ഈ ഫ്രഞ്ച് ഫ്രൈസിനും കിട്ടും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ, അതല്ലെങ്കിൽ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ ഷോപ്പുകളിൽ മാത്രം കിട്ടുന്ന ഈ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്ത് നോക്കും. അവർക്കത് ഭയങ്കര സന്തോഷവും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിരിക്കും. ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമാണ്. ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്, നമുക്കത് കോരിയെടുക്കാം. ടിഷ്യൂ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതിലേക്ക് വറുത്ത് കോരിയാൽ എക്സസ് ഉള്ള എണ്ണ ആ പേപ്പറിൽ വലിച്ചെടുത്തോളും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫുഡാണ് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ അവർ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം ഇതുണ്ടാക്കി കൊടുത്താൽ അവർക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമായിരിക്കും. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് എണ്ണയൊന്നും ഈ പൊട്ടറ്റോസ് യൂസ് ചെയ്യില്ല. കംപ്ലീറ്റ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി എണ്ണ മിച്ചം വരും. ഒത്തിരി എണ്ണ യൂസ് ചെയ്യുന്നു എന്ന് പേടിക്കേണ്ട. ടൊമാറ്റോ സോസിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. കണ്ടില്ലേ, ഞാൻ ഒഴിച്ച അത്രയും തന്നെ എണ്ണ ഓൾമോസ്റ്റ് ബാക്കി വന്നിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നും ഫ്രഞ്ച് ഫ്രൈസിന് യൂസ് ചെയ്യുന്നില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ സർപ്രൈസായിട്ട് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അവർക്കും നല്ല എക്സൈറ്റ്മെൻറ്റും സന്തോഷമായിരിക്കും, നമുക്കാണെങ്കിലും നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. എൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു സോ മച്ച്.